PC ജോർജ് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ വിദ്വേഷ പ്രസംഗങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ജനൻ TV-യിൽ അദ്ദേഹം സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം. എല്ലാം വേണ്ടെന്ന്, എല്ലാം പോട്ടെ, ഞങ്ങൾ മുസ്ലിങ്ങൾ മതി. ഇത് മര്യാദയാണോ? കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് വർഗീയ കോമരകളാണ് ഇവന്മാർ. ഞാൻ പച്ചയ്ക്ക് പറയുന്നു, എനിക്കൊരു മടിയില്ലെന്ന് പറയാം. ഞാൻ ഈരാറ്റുപേട്ട, മനസ്സിലായില്ലേ? ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഏതാ? 40,000 പോപ്പുലേഷൻ ഉള്ളതിൽ 38,600 മുസ്ലിങ്ങളുള്ള ഈരാറ്റുപേട്ടയിൽ ഇരുന്നു കൊണ്ടാണ് PCR പറയുന്നത്, നിങ്ങളെപ്പുറം വർഗീയവാദികൾ, മനസ്സാക്ഷിയില്ലാത്ത വർഗീയവാദികൾ എവിടെ ഉണ്ട്? മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക്? മറ്റു മതസ്ഥരോട് സൗമനസ്യമുണ്ടോ? ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമനസ്യം നിങ്ങൾ കണ്ടുപിടിക്ക്. ഞങ്ങൾ ആരെങ്കിലും മുസ്ലിമിനെ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ? എന്തുകൊണ്ട്? ഞങ്ങളൊക്കെ പഠിച്ചത് ഇടകരണം തടിച്ച വലതുകരണം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള എന്നതാ? അല്ലെങ്കിൽ നമ്മുടെ NSS നമ്മുടെ മന്നത്തപ്പ പറഞ്ഞിട്ടുള്ള എന്നതാ? ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത്. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ട് മുണ്ടെടുക്കുന്നത്? തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുണ്ടെടുക്കുന്നത്. അതിനകത്തുള്ള വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഏറ്റവും വലിയ വർഗീയവാദം. മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. ഇവിടെ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ നമ്പ്യാരെ, ക്രിക്കറ്റ് നടക്കുക, ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളി നടക്കുമ്പോ നമ്മുടെ ഇവിടെ കേരളത്തിലിരിക്കുന്ന മുസ്ലിമാ ചാനൽ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോ ഹേ ഹേ എന്ന് കൈയടിക്കുക. തറാൻ പറഞ്ഞ അവൻ ഇന്ത്യക്കാരനാണോ? ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ടോ അവന്? ഇന്ത്യൻ ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോ കൈയടിച്ച് പാകിസ്ഥാൻ സിന്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാവും? ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക. ഇവരൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പോകുന്നില്ലല്ലോ. പിന്നെ വർത്താനം പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നത്, അല്ല കുളിച്ചു കർച്ചവടൊന്നും എനിക്കില്ല. ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവനാ, സത്യം പറയും. ഞാൻ ആരും തിന്നാനൊന്നുമില്ല. ഞാൻ തിന്ന പേടിപ്പിക്കാനും എന്നെ പറയണ്ട. ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവൻ, അതുകൊണ്ട് പറയുക. നീയൊക്കെ പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങളിവിടെ ജീവിക്കട്ടെ. അതാ എനിക്ക് പറയാനുള്ളത്. ഈ PC എന്നും ഈ വിവാദങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഏതൊക്കെ പാട്ട് എനിക്കൊന്ന് പുള്ളി പണ്ട് STPക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അന്ന് അവർക്ക് വേണ്ടി കട്ടയ്ക്ക് കൂടെ തന്നു. മുമ്പ് കോൺഗ്രസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്, കേരള കോൺഗ്രസ്. പിന്നീട് BJPയിലോട്ട് വന്നു, വീണ്ടും കോൺഗ്രസിലോട്ട് പോകുന്നു, പിന്നെ മാർക്സിസ്റ്റിലോട്ട് പോയി. ഇപ്പം മോദി വിരുദ്ധനായിരുന്നു, പിന്നെ ഇപ്പം മോദി ദൈവ എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി, ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി ഇദ്ദേഹം എന്തൊക്കെയാ പറയുന്നുള്ളത് കേരള ജനം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വർഷങ്ങളായിട്ട്. ഇദ്ദേഹം ഒരുപാട് ആൾക്കാർക്ക് സഹായമൊക്കെ ചെയ്യുന്നുണ്ട്, അവരുടെ നാട്ടിലുള്ളവർക്കൊക്കെ പല കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഈ സീറ്റിന് വേണ്ടി എന്തൊക്കെയാണ് ഈ വിദ്വേഷ പ്രസംഗം സംസാരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഒരു വിഭാഗം ജനതയെ ഇങ്ങനെ അവരെ വിഷമിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? പാകിസ്ഥാൻ്റെ കളിയുടെ കാര്യം. അപ്പം ഇന്ത്യയിൽ, കേരളത്തിലുള്ള എത്രയോ കോഴിക്കോട് ഭാഗത്തൊക്കെ ഉള്ളവർ ഈ ബ്രസീലിന് വേണ്ടി, അർജൻറ്റീനയ്ക്ക് വേണ്ടി ചത്ത് കളി കാണുകയും അവർക്ക് വേണ്ടി ഫ്ലെക്സ് അടിക്കുകയും പോസ്റ്ററുകൾ അടിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരുടെ ഈ മതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞ്, അർജൻറ്റീനയ്ക്ക് വേണ്ടിയും ബ്രസീലിന് വേണ്ടിയും വാദിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും മതം നോക്കിയിട്ടല്ല. ഇതിപ്പം സ്പോർട്സിൽ അങ്ങനെ മതമൊന്നുമില്ല. ചിലപ്പം അവർക്ക് പാകിസ്ഥാൻ പ്ലെയേഴ്സിനോട് ചിലപ്പം താല്പര്യമുള്ള ആൾക്കാർ കാണും. പാകിസ്ഥാനിൽ തന്നെ ഇന്ത്യൻ പ്ലെയേഴ്സിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ചില പ്ലെയേഴ്സിനോടുള്ള ഒരു സ്നേഹം ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഫുട്ബോളൊക്കെ കാണുമ്പോൾ പല പ്ലെയേഴ്സും പല രാജ്യക്കാരോടും പോയി ഇന്ത്യ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് നമുക്ക് ചിലപ്പം ബ്രസീൽ ടീമിനോടായിരിക്കും താല്പര്യം എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയോട് താല്പര്യം ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവർക്കും അവരുടെ രാജ്യത്തോട് സ്നേഹമൊക്കെ ഉണ്ട്. ചില ചുരുക്ക ജനത കാണും അങ്ങനെ ഒരു വിദ്വേഷ സ്വഭാവം, അല്ലെ രാജ്യവിരുദ്ധത കാണിക്കുന്ന ആൾക്കാർ കാണും. ഏത് രാജ്യത്ത് ചെന്നാലും, ഏത് തൊഴിൽ മേഖലയിൽ ചെന്നാലും ഒരു വിഭാഗം ജനത കാണും എല്ലായിടത്തും എതിർപ്പ് ഉറപ്പിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ തീവ്രമായ ചിന്താഗതിയുള്ള വ്യക്തികളാണ്. അവരെ ഒറ്റപ്പെടുത്തുക എന്നല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ PC പറയുന്ന പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ മോശമാണ്. അദ്ദേഹത്തിൻ്റെ നാടാണ്. PCക്കെതിരെ കേസ് പോയിട്ട് പോവുക. കാരണം ആ പറഞ്ഞതൊക്കെ വളരെ അത്രയ്ക്കും രൂക്ഷമായ രീതി. അപ്പം ഇതെല്ലാം പണിയായി തനിക്കെതിരെ നിയമ നടപടികളിലോട്ട് പോകുന്നത് കണ്ടപ്പം PC
ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ക്ഷമ പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഞാൻ കൊടുക്കുക ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ PC പറഞ്ഞ കണക്കനുസരിച്ച് തൊടുപുഴയിൽ ഇത്രയും ആൾക്കാരാണ്. ആ കണക്കുകളൊന്നും പറയുന്നില്ല, അല്ലാതെ പുള്ളി ലൈറ്റായിട്ടൊന്ന് പറഞ്ഞ് പുള്ളി അതൊന്ന് ഒതുക്കാൻ നോക്കിയിട്ടുണ്ട്. വിദ്വേഷ പരാമർശത്തിൽ കേസെടുത്തതിന് പിന്നാലെ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അന്തിമ അനുമതിക്ക് ശേഷമാകും നടപടി. അറസ്റ്റിനുള്ള സാധ്യത തെളിയുകയാണ്. ഇന്നലെയാണ് വിദ്വേഷ പരാമർശത്തിൽ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത്. യൂത്ത് ലീഗിന്റെ പരാതിയിലാണ് കേസെടുത്തത്. കലാപബഹുമാനം, മതസ്പർദ്ധ വളർത്തൽ, സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം എന്നിവ അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇതിന് പിന്നാലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യൽ നടപടിയിലേക്ക് കടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അന്തിമ അനുമതി ലഭിച്ച ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് PC ജോർജ് മുൻകൂർ ജാമ്യത്തിന് സാധ്യത തേടുന്നുണ്ടതായും വിവരങ്ങളുണ്ട്. അതേസമയം ഇന്ന് പരാതിക്കാരായ ഈരാറ്റുപേട്ട മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് യഹിയ അടക്കമുള്ളവരെ വീണ്ടും പോലീസ് ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പരാതിക്കൊപ്പം നൽകിയ വീഡിയോ ഒരിക്കൽ കൂടി പരിശോധിക്കുന്നതിനും അതോടൊപ്പം തന്നെ വിവാദമായ ചാനൽ ചർച്ചയുടെ ചിത്രങ്ങളടക്കം വീണ്ടും സമർപ്പിക്കുന്നതിനും അത് ക്രോസ് ചെക്ക് ചെയ്യുന്നതിനും വേണ്ടിയാണ് പരാതിക്കാരെ വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും PC ജോർജിന്റെ വിവാദ പരാമർശത്തിൽ ഇന്നും വിവിധ സംഘടനകൾ SDP അതോടൊപ്പം ശ്രീനാരായണ ധർമ്മവേദി അടക്കമുള്ള വിവിധ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. മാതൃകാപരമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അന്തിമ അനുമതി ലഭിച്ച ശേഷം അറസ്റ്റിലേക്ക് തന്നെ കടക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അതേസമയം മറ്റൊരു വിഷയം ഗൗരവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത് സർക്കാരിന്റെ മേൽ PV അൻവറിന്റെ വിഷയം മുന്നിലുണ്ട്. PV അൻവറിന് വലിയ മൈലേജ് ഉണ്ടാക്കിയതാണ് അറസ്റ്റ്. അത്തരത്തിൽ PC ജോർജിന് അറസ്റ്റിലൂടെ വലിയ രാഷ്ട്രീയമായ മൈലേജ് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയായിരിക്കും ഇത് പ്രത്യേകിച്ച് ഇടതുമുന്നണി സർക്കാരും നോക്കിക്കാണുന്നത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ അവധാനതയോടുകൂടി മാത്രമായിരിക്കും ഈ വിഷയത്തിൽ സർക്കാരിന്റെയും പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുകയുള്ളൂ. അതായത് ജോസി, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ കേസെടുക്കാനായാലും അറസ്റ്റിനായാലും എല്ലാം സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ തീരുമാനത്തിന് കാത്തു നിൽക്കുകയാണ് പോലീസ്. സാധാരണ നിലയ്ക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, പക്ഷെ ഇതിൽ പോലീസ് അത് കാത്തിരിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെ വേണം നിഷാദ് കരുതാൻ. കാരണം കേസെടുക്കുന്നതിൽ നമുക്കറിയാം പരാതി 6-ാം തീയതിയാണ് യൂത്ത് ലീഗിന്റെ അടക്കമുള്ള വിവിധ സംഘടനകളുടെ പരാതി വിവിധ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. സംസ്ഥാനത്തുടനീളം 7ഓളം പരാതികൾ ലഭിച്ചു. പിന്നീട് 10-ാം തീയതി മാത്രമാണ് കേസെടുക്കുന്നത്. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യുകയും അതോടൊപ്പം പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. PC ജോർജിന്റെ പ്രസംഗം അത്തരത്തിൽ വലിയ സാമൂഹികമായ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ആ നിലയ്ക്ക് തന്നെ ആണ് ഒടുവിൽ പോലീസിന് നമുക്കറിയാം PC എത്ര വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ പലയിടത്തായിട്ടാണ് പുള്ളി നിൽക്കുന്നത്, വേറെ കാര്യം. പക്ഷെ ഇന്നിപ്പം ശരിയാണ്, പുള്ളി തോറ്റുപോയത്, പുള്ളി തോൽപ്പിച്ചെന്ന് പുള്ളി പറഞ്ഞൊക്കെ സത്യമാണ്. കാരണം നല്ല സേവനം ജനങ്ങൾക്ക് നൽകുന്നില്ലെങ്കിൽ ജനം മാറ്റിക്കുത്തും, തോറ്റുപോകും. അതാണ് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. അതിന് അവരോട് വൈരാഗ്യവും ഇത്രയും വൈരാഗ്യ ബുദ്ധിയും ദേഷ്യമൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. രാഷ്ട്രീയ പ്രതിനിധിയെ അവരെ മുമ്പോട്ട് എലക്ട് ചെയ്ത് വിടുന്ന എന്തിനാണ്? ആ നാടിന് എന്തെങ്കിലും പ്രയോജനം കഴിയത് കിട്ടാൻ വേണ്ടി. അത് കിട്ടാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അടുത്ത ഭാഷ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഇവർ കൊടുക്കില്ല. അത് എത്ര വലിയവനാണെങ്കിലും അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. രാഷ്ട്രത്തെ സേവിക്കാനാണ് ഒരു രാഷ്ട്രീയക്കാരൻ നിൽക്കേണ്ടത്, അല്ലാതെ രാഷ്ട്രത്തെ ജനതയെ തെറി പറയാനും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്താനും അല്ല ഒരു രാഷ്ട്രീയക്കാരൻ നിൽക്കേണ്ടത്. ഇവിടെ ഇപ്പം ബോബി ചെമ്മണ്ണൂരിന് ഇപ്പം കിട്ടിയ സംഗതി അറിയാമല്ലോ. ബോബി ചെമ്മണ്ണിന്റെ കേസെടുത്ത സ്ഥിതിക്ക് പോലീസ് PC ജോർജിനെതിരെ കേസെടുക്കേണ്ടതാണ്. ബെയിലിന് അപേക്ഷിച്ചിട്ടുണ്ട്. ബെയിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഇത്രയും വർഷം വിദ്വേഷങ്ങൾ പറഞ്ഞിട്ടും പല പാർട്ടികൾ മാറി കടന്നിട്ടും എന്ത് നേടി? ഒക്കെ മോശമാണ്. നമ്മൾ ആർക്കും സേവിച്ചില്ലെങ്കിലും അവരെ ദ്രോഹിക്കാതെ ഇരിക്കുക, അറ്റ്ലീസ്റ്റ് അതെല്ലാം ചെയ്യുക. അവർ രാഷ്ട്രീയക്കാർ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡറാണ്, വൈകുന്നേരം ആകുമ്പോൾ അവർ മാറ്റി പറയും. അപ്പം അവരെന്ത് ചെയ്യും? അവർ പറയും ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ഞങ്ങൾ പറഞ്ഞതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് മീഡിയാസ്. കേരളത്തിലെ ജനങ്ങളിതെല്ലാം അറിയുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങളിതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, അവർക്കറിയാം ഞങ്ങളെ എന്നുള്ള പറഞ്ഞ് അവർ വീണ്ടും ഈ തെറ്റായ സന്ദേശം എന്ന് പറഞ്ഞ് അവർ രാവിലെ പറഞ്ഞ കാര്യം വീണ്ടും വൈകുന്നേരം മാറ്റിപ്പറയും. വൈകുന്നേരം പറഞ്ഞ കാര്യം നാളെ രാവിലെ മാറ്റിപ്പറയും. നാളെ രാവിലെ പറഞ്ഞ കാര്യം വൈകുന്നേരം മാറ്റിപ്പറയും. ഇതിങ്ങനെ മാറ്റിപ്പറഞ്ഞ് അത് പണ്ട് പോലെ അവർ ശീലിച്ചൊരു കാര്യമാണ്. PC അതുപോലെ തന്നെ ഇന്നൊരു പാർട്ടി പറഞ്ഞ കാര്യം നാളെ മാറ്റിപ്പറയും, നാളെ തന്നെ വീണ്ടും മാറ്റിപ്പറയും.
പിന്നെ നമ്മുടെ രാഹുൽ ഈശ്വറിനെ പോലെ എന്നും വേട്ടക്കാർക്കൊപ്പം ശക്തനായി നിൽക്കുന്ന ഒരു പോരാളിയാണ് പി സി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പി സി എന്ന് പറഞ്ഞാൽ വേട്ടക്കാരുടെ ചങ്കാണ് രാഹുൽ ഈശ്വർ പി സി. ആര് വന്നില്ലെങ്കിലും വേട്ടക്കാർക്ക് വേണ്ടി വാദം പറയാൻ വേണ്ടി ഇവർ വരും, കട്ടയ്ക്ക് കൂടെ നിൽക്കും. എന്തിനാന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും ഈ മീഡിയാസിൽ വന്ന് വേട്ടക്കാർക്ക് വേണ്ടി വന്നിരിക്കുന്ന PR വർക്കുകാരാണ് ഞാൻ പറയുള്ളൂ. ഓൺലൈൻ തെറി വിളിക്കുന്ന PR വർക്കുകാർ, പിന്നെ ഓൺലൈൻ മീഡിയയിൽ വന്നിരിക്കാനുള്ള PR വർക്കുകാർ. ആരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.